ഇന്ന് നമുക്കൊരു കായ ബജി ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമുക്കൊരു വീഡിയോ ഇട്ടായിരുന്നു കായ വെച്ചിട്ടൊരു എലിശ്ശേരി ഉണ്ടാക്കുക, കായ എലിശ്ശേരി. ആ കായ വെച്ചിട്ടാണ് നമ്മൾ ബജ്ജി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു 4 വലിയ ടീസ്പൂണ് കടലമാവ് എടുക്കുക. പിന്നെ നമുക്ക് അതേ ടീസ്പൂണിന് തന്നെ 4 ടീസ്പൂൺ മൈദ, വലിയ ടീസ്പൂണാണ് കേട്ടോ. ആ 4 ടീസ്പൂൺ മൈദ എടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് മുളകും പൊടി, കുറച്ച് ഉപ്പ്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ അരിപ്പൊടിയും കുറച്ച് കായപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് കിട്ടിയിട്ടില്ല, വീഡിയോയിൽ കിട്ടിയില്ല. അപ്പോൾ അതാണ് ഇതിൽ കാണാത്തത്. ഇനി നമുക്കതൊക്കെ കൂടിയിട്ട് മുളകും പൊടി ഉപ്പ് ഇട്ടിട്ടതിന് ശേഷം നമുക്കത് നല്ലോണം ഇളക്കി കൊടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ആ കട്ടൊക്കെ നന്നായി ഉടച്ചെടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ട ഉടക്കുമ്പോഴാണ് കട്ട ഉടയുള്ളൂ. കൂടുതൽ വെള്ളം പെട്ടെന്ന് ഒഴിച്ചാൽ ഇത് ഉടഞ്ഞ് കിട്ടില്ല, ഈ കട്ടായിട്ട് ഇങ്ങനെ കിടക്കുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ കായ കിട്ടുകയെങ്കിൽ നമുക്ക് ഇതേപോലെ കായ ബജ്ജി ഉണ്ടാക്കാം. ഇനി നമുക്ക് ഈ കായ വെച്ചിട്ട് ഇത് മോരുകറിയൊക്കെ വെക്കാം ഈ കായ കൊണ്ട്. അപ്പോൾ ആ കായ കൊണ്ട് തന്നെയാണ് നമ്മൾ ബജ്ജി ഉണ്ടാക്കുന്നത്. അന്ന് ഇതിൻ്റെ മുന്നൊരു വീഡിയോയിൽ നമ്മൾ കായ എലിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ കായ തന്നെയാണ് ഇതും. ഇതിൽ നമ്മൾ വേറൊന്നും കൂട്ടണില്ല, അപ്പം സോഡ വേറൊന്നും കൂട്ടണില്ല. ഇതേപോലെ നമ്മൾ എല്ലാ കട്ടയൊക്കെ ഉടച്ചിട്ട് ഇതേ പരുവത്തിലാക്കി എടുക്കുക. ഇത്ര മതി, കൂടുതൽ ലൂസാവേണ്ടത്. കൂടുതൽ ലൂസായാൽ നമുക്ക് കായയുടെ മേലെ നമുക്ക് ഈ മാവ് പിടിക്കില്ല. ഇനി നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കായ നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് ഈ വെള്ളത്തിലേക്ക് ഇടുക. ഇതിൻ്റെ കറ ഒന്ന് പോവാനും കൂടിയിട്ടാണ്. ഇതേപോലെ നമ്മൾ 2 വലിയ കായ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ കായ എടുത്തിട്ട് ഓരോ ബജ്ജി ഉണ്ടാക്കുക. ഈ മാവിൽ മുക്കിയിട്ട് നമുക്ക് നല്ല എണ്ണ ചൂടായാൽ, നല്ലോണം എണ്ണ ചൂടാവണം, എന്നാലാണ് ഈ കായ ബജ്ജി പൊന്തി വരുള്ളൂ. അല്ലെങ്കിൽ ഇത് പൊള്ളച്ച് വരില്ല. ഇതേപോലെ നമുക്ക് നല്ലോണം പൊള്ളച്ച് വരും. നല്ലോണം ചൂടായിട്ട് പിന്നെ നമുക്കൊന്ന് കായ ഇട്ടാലൊന്ന് തീ കുറക്കാം. ഇതേപോലെ നമുക്ക് എല്ലാ കായ ബജ്ജി നമുക്ക് പൊരിച്ചെടുക്കാം. നമുക്ക് ഇതിൽക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. അത് നമുക്ക് ഇതിൽ കാണിക്കണില്ല. അത് സബോളയും തക്കാളിയും മുളകും പൊടി സുർക്കൊക്കെ കൂടിയിട്ടൊരു ചമ്മന്തിയാണ് നമുക്ക് ഇതിലേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ലോണം പൊള്ളച്ച് വരും കായ ബജ്ജി. പിന്നെ ഇതേ കായൊക്കെ കിട്ടുകയെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.